തൃശൂർ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധം. മാസങ്ങളായി ഈ പ്രദേശത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെയാണ് ബി.ജെ.പി. പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സംസ്ഥാന പാതയിൽ 6 കിലോമീറ്ററോളം സഞ്ചരിക്കണമെങ്കിൽ മണിക്കൂറുകളോളമാണ് വേണ്ടിവരുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ നിർമ്മാണമാണ് ഒച്ചഴയും പോലെ നീങ്ങുന്നത്. റോഡ് നിർമ്മാണം മന്ദഗതിയിലായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 6 കിലോമീറ്ററോളം റോഡ് കടന്നു കിട്ടാൻ പലപ്പോഴും 2 മണിക്കൂറിലധികം കുരുക്കിൽ കിടക്കേണ്ടി വരുന്നു. ഇതോടെയാണ് ബി.ജെ.പി. തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബി.ജെ.പി. മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇത് വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡാണ്. ഈ റോഡിന്റെ ഗതികേടിന് ഉത്തരവാദിത്തപ്പെടേണ്ട സംസ്ഥാന സർക്കാരാണ്. കാരണം 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന റോഡാണ്. അതാണ് എന്റെ പ്രശ്നം. ഇതൊരു ദേശീയപാതയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പൂങ്കുന്നം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രഭാരി എം.വി. ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബി.ജെ.പി. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, എം.എസ്. സമ്പൂർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് KSTP അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സ്കൂൾ തുറന്ന് 1 മാസം തികയുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ.